വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, കഴിഞ്ഞ ദിവസം നമ്മുടെ കരസേന മേധാവി ഉപേന്ദ്ര ദ്വിവേദി അദ്ദേഹം ഒരു വലിയ പ്രസ്താവന ഇറക്കി. വളരെ ആക്രമണാത്മകമായിട്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് പാകിസ്ഥാനെ ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കും, ഒരുപക്ഷെ ലോക ഭൂപടത്തിൽ നിന്ന് തന്നെ പാകിസ്ഥാൻ ഉണ്ടാകില്ല എന്നാണ് പറഞ്ഞത്. അത്തരത്തിലും കഠിനമായിട്ടൊരു പ്രസ്താവന അദ്ദേഹം ഈ ഇടയ്ക്കൊന്നും നടത്തി ഞാൻ കണ്ടിട്ടില്ല. വളരെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ആ പ്രസ്താവന. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ആ പ്രസ്താവന അദ്ദേഹം വന്നത്. നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ നമ്മുടെ സാറ്റലൈറ്റ് മാധ്യമങ്ങളിലൊക്കെ അവരും അത് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ രാജ്യത്തുണ്ടായ കുറച്ച് സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ ചോദ്യചിഹ്നമായി മാറിയിരിക്കുന്നത്. പല ആൾക്കാരും വലിയ രീതിയിലുള്ള ഈ പ്രസ്താവനയ്ക്ക് ശേഷം നമ്മുടെ രാജ്യത്ത് നടക്കുന്ന പല കാര്യങ്ങളെയും കണക്ട് ചെയ്ത് പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതിലൊന്ന് സോപ്പോറിൽ ഉണ്ടായിരിക്കുന്ന ഒരു വലിയ ഓപ്പറേഷനാണ്, ഒരു വമ്പൻ ഓപ്പറേഷൻ സോപ്പോറിൽ തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ആന്റി ടെററിസ്റ്റ് ഓപ്പറേഷൻ പൂഞ്ച് സെക്ടറിൽ തുടങ്ങിയിട്ടുണ്ട്. ജമ്മു കാശ്മീരിലെ പൂഞ്ച് സെക്ടറിൽ ജെയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ തൊയ്ബ ടെററിസ്റ്റുകളും കയറിപ്പറ്റിയിട്ടുണ്ട്. അവരെ കണ്ടുപിടിക്കാനായിട്ടുള്ള വലിയൊരു നീക്കം പൂഞ്ച് സെക്ടറിൽ, ഒരു വലിയൊരു ഓപ്പറേഷൻ അവിടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ടെററിസ്റ്റ് കോഡ് നെയ്മഡ് ബാസി ഫ്രം അൽ മഷൂഖ് സൗത്ത് ലെബനൻ ഹാസ് റിപ്പോർട്ടഡ്ലി ഇൻഫിൽട്രേറ്റഡ് ഇൻ ടു ജമ്മു ആൻഡ് കശ്മീർ ഫ്രം പാകിസ്ഥാൻ സൈഡ് എന്ന് പറഞ്ഞ റിപ്പോർട്ടാണ് വരുന്നത്. ലെബനൻ തീവ്രവാദിയായിട്ടുള്ള ബാസി, അയാളെ കോഡ് നെയിമാണ് ബാസി, അയാള് സൗത്ത് ലെബനിൽ നിന്നുള്ള വ്യക്തിയാണ്. അയാൾ പാകിസ്ഥാനിൽ നിന്നും ജമ്മു കാശ്മീരിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ അതിഭീകരമായി നടക്കുന്നുണ്ട്. അതൊന്ന്. ഇനി നമുക്ക് സോപ്പോറിൽ സ്വീകരിച്ച വൻ ഭീകരവിരുദ്ധ നടപടി എന്താണെന്ന് നോക്കാം. നമ്മൾ ഇരിക്കുന്ന സമയത്തും അവിടെ വലിയ രീതിയിലുള്ള തിരച്ചിൽ നടക്കുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 15+ ഇടങ്ങളിലാണ് റെയ്ഡുകൾ പുരോഗമിക്കുന്നത്. അവിടെ ജമ്മു കാശ്മീരിലാണ് ഈ സോപ്പോർ ഉള്ളത്. ഈ സോപ്പോറിലുടനീളം ബൊമായ്, വാർപോറ, ടാർസു എന്നിവയുൾപ്പെടെ 15ലധികം സ്ഥലങ്ങളിലാണ് സുരക്ഷാ സേന ഇന്റലിജൻസ് നേതൃത്വത്തിൽ റെയ്ഡുകൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിയമവിരുദ്ധമായ ശൃംഖലകൾ തകർക്കുക, തെളിവുകൾ വീണ്ടെടുക്കുക, കൂടുതൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ തടയുക എന്നിവയാണ് ഏകോപിത നടപടിയിലൂടെ ലക്ഷ്യമെന്ന് അധികൃതർ പറയുന്നു. തിരച്ചിൽ തുടരുകയാണ്. അന്വേഷണം സജീവമായിരിക്കുകയാണ്. സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കാനും ശാന്തത പാലിക്കാനും അവിടെയുള്ള താമസക്കാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. ഈ റെയ്ഡുകളുടെ വിശദാംശം പറയുകയാണെങ്കിൽ, ഓപ്പറേഷൻ ടൈഡ് ടു ആൻ ആക്റ്റീവ് UAPA ഇൻവെസ്റ്റിഗേഷൻ ഫോക്കസ്ഡ് ഓൺ സസ്പെക്ട് ലിങ്ക്സ് ടു ബാൻഡ് ജമാഅത്തെ ഇസ്ലാമി നെറ്റ്വർക്ക് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്യാരിഡ് ഔട്ട് ജോയിന്റ്ലി by Sopore Police and Central Security Units, described by authorities as part of zero tolerance stance on terror activity. ഇതാണ് ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്ന വിവരം. കൂടുതൽ വിശദാംശങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ഇപ്പോൾ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇത് അർത്ഥമാക്കുന്നത്? ഒരു കരസേനാ മേധാവിയുടെ ഒരു മുന്നറിയിപ്പ് വരുന്നു. അതിനുശേഷം നമ്മുടെ രാജ്യത്ത് ടെററിസ്റ്റുകളെല്ലാം തൂത്തുപറക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇത് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മുടെ കിഴക്കും പടിഞ്ഞാറും അത് രണ്ട് കാര്യങ്ങളുണ്ട്. മുമ്പൊക്കെ നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന ഒരു ഭീഷണി ടെററിസം ആയിരുന്നെങ്കിൽ ആ ടെററിസത്തോടൊപ്പം തന്നെ ഇപ്പോൾ അതിന് ഒരു മാനുഷിക പരിഗണന കൂടെ നൽകാൻ വേണ്ടിയിട്ട് ശ്രമം ഇപ്പോൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാക് ജനതയെ ഇന്ത്യക്കെതിരെ തിരിക്കുക എന്നൊരു നീക്കമാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നടക്കുന്നത്. ഇതിന് സമാനമായ രീതിയിൽ നമ്മളുടെ ബംഗ്ലാദേശിൽ ഒരു നീക്കം നടക്കുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ ന്യൂസ് ഇന്ത്യ മലയാള വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. അവിടെ അവരൊരു ഡാം കെട്ടാൻ പോകുന്നു. ഗംഗാ നദീജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട കരാറ് പുതുക്കണമെന്ന് പറയുന്നു. ഇന്ന് അവരുടെ ഒരു പുതിയ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. ഭരണകക്ഷി റൂളിംഗ് പാർട്ടി BNPയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. അവർ പറയുന്നത് ഗംഗാ നദീജലവുമായി ബന്ധപ്പെട്ട് ആയിരിക്കും ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഇനി അങ്ങോട്ട് മുമ്പോട്ടുള്ള പോക്ക് എന്ന് പറയുന്നു. രണ്ടിടത്തും ഈ ജലത്തിന്റെ പ്രശ്നം ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ വിഷയം. അതായത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഒരു തിരക്കഥയാണ്. അതായത് പാകിസ്ഥാനിലെ സിന്ധു നദീജല കരാറിന് വേണ്ടിയിട്ട് അവർ മുമ്പോട്ട് വരുമ്പോൾ ഇന്ത്യയുടെ സ്ഥിരം പണി എല്ലാവരുടെയും വെള്ളം കൂടി മുട്ടിക്കുകയാണ്. ഏതാണ്ട് 157 ചെറുതും വലുതുമായ നദികളാണ് ഈ ബംഗ്ലാദേശോട്ട് ഒഴുകുന്നതെന്നും കൂടെ ആലോചിക്കണം. നമുക്ക് ഇവിടെ എല്ലാം തടുത്തു നിർത്താൻ കഴിയാത്തതല്ല. അപ്പോൾ ഈ ഫറോക്ക് എന്ന് പറയുന്ന ഒരു ഡാം നമ്മൾ 1975 പണി കഴിപ്പിച്ചിരുന്നു. അന്ന് മുതൽ ഇവരിങ്ങനെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളത് പണി കഴിപ്പിച്ച് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കൽക്കത്ത ഉൾപ്പെടെ വെള്ളത്തിനടിയിലാകാതിരിക്കാനാണ് നമ്മളത് ചെയ്തത്, അന്നത്തെ കാലത്ത് ചെയ്തത്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ ഈ ബംഗ്ലാദേശിലൂടെ ഒഴുകുന്ന ഈ നദിയുടെ പേര് പത്മ എന്നാണ്. ഇപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളും ചെയ്യുന്ന പണി അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയെ പ്രതിക്കൂട്ടിലാക്കുക. അതായത് കുടിവെള്ളം നിഷേധിക്കുന്ന രാജ്യമായി പാകിസ്ഥാൻ അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ മറ്റിടത്തേക്ക് വരുമ്പോഴേക്കും ഞങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിലാണ്, ഇല്ലെങ്കിൽ ഞങ്ങളുടെ ജീവനോപാധിയായ വെള്ളത്തിലാണ് ഇന്ത്യ കൈവെക്കുന്ന ഒരു ലോകം മുഴുവൻ ഒരു നരേഷൻ ഇല്ലെങ്കിൽ ഒരു രീതിയിലേക്ക് ഒരു അജണ്ട സെറ്റ് ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നത്. ഇതിന്റെ മറവിൽ പാകിസ്ഥാൻ ഒരു അറ്റാക്കിന് മുതിരുകയാണ് എങ്കിൽ
പ്രത്യേകിച്ച് ഇപ്പോൾ ബംഗ്ലാദേശിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ കുറച്ചുകൂടെ ക്രൈസിസിലേക്ക് പോകുന്നു. നമ്മൾ കരുതിയത് പുതിയ പ്രധാനമന്ത്രി വരുമ്പോൾ എല്ലാം മാറുമെന്ന് കരുതി മാറാനുള്ള സാധ്യതകൾ വളരെ കുറയുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ BJP പിന്നെ ബംഗാളിൽ വെസ്റ്റ് ബംഗാളിൽ അധികാരത്തിൽ വന്നതോടുകൂടി അപ്പുറത്തെ സൈഡിൽ കുറച്ചുകൂടി അലർട്ടായിട്ടുണ്ട്. അവർ വലിയ ഭീഷണികളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ മുഴക്കുന്നുണ്ട്. ഇതിനിടയിൽ തന്നെയാണ് ഈ ഗംഗാ നദീജലം പങ്കിടുന്നത്. ഒരിടത്ത് ഗംഗയും മറുഭാഗത്ത് സിന്ധുവുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഇതിനെ ഒരു അന്താരാഷ്ട്ര പ്രശ്നമാക്കി മാറ്റാനാണ് ഇരു രാജ്യങ്ങൾ ശ്രമിക്കുന്നത്. ഇതിനിടയിൽ ഇത് മുൻപും ഇവരുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇരു രാജ്യങ്ങളെ അറ്റാക്ക് ചെയ്യുക, രണ്ട് യുദ്ധമുഖം തുറക്കുക, ഇരു രാജ്യത്തെ അറ്റാക്ക് ചെയ്യുക, ഒപ്പം തന്നെ ഈ രാജ്യത്തുള്ള ഭീകരരെ കൊണ്ട് ഇവിടെ ചെയ്യുക. ബംഗ്ലാദേശിൽ ഇത് മുഴുവൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ജമ്മു കാശ്മീരിൽ ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ്. ഈ ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശ്, കാശ്മീർ, ഈ ജമാഅത്തെ ഇസ്ലാമി തന്നെയാണ് പാകിസ്ഥാനിലെ അവരുടെ ഭരണം നിയന്ത്രിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കക്ഷി. ഇപ്പൊ കേരളത്തിലും ഭരണം നിയന്ത്രിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു അക്സസ് ആണ് ഇതിന് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു ഭാഗത്ത് റെയ്ഡ് നടക്കുന്നു. ഇന്നലെ കരസേനാ മേധാവി കനത്ത മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഭൂപ്രകൃതി നിന്ന് ഇല്ലാതാകും. കാരണം ഇപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് അവരൊരു അറ്റാക്കിന് മുതിർന്നാൽ, ഇല്ലെങ്കിൽ മുമ്പൊക്കെ അവർ ഭീകരാക്രമണം നടക്കുമ്പോൾ അവിടുത്തെ ജനം തന്നെ പറയുമായിരുന്നു എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത പണിക്ക് പോകുന്നതെന്ന്. ഇപ്പോൾ അവരതിന് കാണിച്ചിരിക്കുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ നമ്മളുടെ ജലം തടഞ്ഞു വെച്ചു, അതിനെതിരെ എതിർക്കുകയാണ്, അല്ലെങ്കിൽ അതിന്റെ പ്രതിഷേധമാണ് ഈ കാണുന്നത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അറ്റാക്കിലേക്ക് അവർ നീങ്ങും. സമാനമായിട്ട് ബംഗ്ലാദേശ് എന്താണ് ചെയ്യുന്നത്? അവിടെ ഈ കരാറ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കേണ്ടതായിട്ടുണ്ട്. കാരണം 3 വർഷത്തിന് ഇപ്പൊ തീരും അതിന്റെ കാലഹരണപ്പെട്ട കരാറ്. അതായത് ഷേഖ് ഹസീനയുടെ കാലത്ത് ഒപ്പുവെച്ചൊരു കരാറുണ്ട് ഈ ഗംഗാനദി ജലം പങ്കിടുന്നതുമായി ബന്ധം. അതിപ്പോൾ അവസാനിക്കുകയാണ്. സ്വാഭാവികമായി അവസാനിച്ചു കഴിഞ്ഞാല് നമ്മളത് വീണ്ടും ചർച്ച ചെയ്തിട്ട് മീറ്റ് ചെയ്യുന്നു. ഒരു കരാർ അങ്ങനെയാണല്ലോ സാധാരണഗതിയിൽ. പക്ഷെ ബംഗ്ലാദേശ് പറയുന്നത് അങ്ങനെയല്ല, പുതിയ കരാർ വേണമെന്ന് പറയുന്നത്. അതായത് ഇത്ര അടി വെള്ളം നമ്മൾ വിട്ടുകൊടുക്കുന്നു, അതിനെ സംബന്ധിച്ച് ഇത് കരാറ് പുതുക്കുന്നില്ല, പുതിയ കരാറ്. സാധാരണഗതിയിൽ അങ്ങനെ പുതിയ കരാർ ഉണ്ടാക്കാറില്ല. കരാറിൽ ചില ഒരു ഓപ്ഷൻസ് കൊടുക്കാറുണ്ട്. ഇപ്പൊ 10 ഖനിയടി വെള്ളമാണ് വിട്ടുകൊടുത്തുകൊണ്ടിരുന്നതെങ്കിൽ നമ്മളുടെ ആവശ്യങ്ങളും അവരുടെ ആവശ്യങ്ങളും ഒക്കെ പരിഗണിച്ചുകൊണ്ട് ചിലപ്പോൾ അത് 12 ഖനിയടിയായി മാറ്റാം. അത് അതിനകത്തൊരു ചെറിയ ഒരു ഭേദഗതി മാത്രമാണ് അത് വരുത്തുന്നത്. പക്ഷെ ഇവരതല്ല പറയുന്നത്, ഇവർക്ക് അടിമുടി പുതിയ കരാറാണ് വേണ്ടത്. പുതിയ കരാർ എന്ന് പറയുമ്പോൾ ഇവർക്ക് ഇവരുടേതായ കുറെ അധികം ഡിമാൻഡ്സ് ഉണ്ട്. അപ്പം ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ രണ്ട് ഭാഗത്തും ഇതേ രീതിയിലാണ്. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് കരസേനാ മേധാവി പറഞ്ഞ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് തിരിയരുത്, തിരിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചരിത്രമാകും. ഭൂമിശാസ്ത്രപരമായി നിങ്ങൾക്ക് നിലനിൽക്കണോ അതോ ചരിത്രമാകണോ എന്ന് നിങ്ങൾ തീരുമാനിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. വളരെ ചെറിയ വാക്കുകളിലാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു 1-2 വരി മാത്രമാണ് അദ്ദേഹം സംസാരിച്ചത്. തന്നെ ഏതാണ്ട് 5 മിനിറ്റ് താഴെയായിരുന്നു. അതിലൊരു 1-2 മിനിറ്റ് കൊണ്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. അദ്ദേഹം ഇത്രേ പറഞ്ഞുള്ളൂ, ഭൂമിശാസ്ത്രപരമായി നിങ്ങൾക്ക് നിലനിൽക്കണോ, അതായത് പാകിസ്ഥാൻ എന്ന രാജ്യം ഭൂമിശാസ്ത്രപരമായി തന്നെ വേണോ അതോ ഒരു ചരിത്രമാകണോ എന്ന് നിങ്ങൾ തീരുമാനിക്കണമെന്ന് പറയുന്നിടത്താണ് ഈ കാര്യം നിൽക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന റെയ്ഡും അതാണ്. ഇനി വരാൻ പോകുന്ന ഒരു ഏറ്റുമുട്ടൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാൻ ഒരു വാറിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് തന്നെ ഈ വിഘടനവാദികൾ, മതമൗലികവാദികൾ, അങ്ങനെ ഈ മാളത്തിൽ ഒളിച്ചിരുന്ന കംപ്ലീറ്റ് എണ്ണവും പുറത്തു ചാടും. അത് പ്രക്ഷോഭങ്ങളുടെ പേരിൽ നടക്കും. പിന്നെ വിലക്കയറ്റം എന്ന് പറഞ്ഞ് സമരം നടത്തും, പെട്രോൾ കിട്ടാനില്ലെന്ന് പറഞ്ഞ് സമരം നടത്തും, പരിസ്ഥിതി പ്രവർത്തകർ രംഗത്തിറങ്ങും, പിന്നെ മതപരിവർത്തന ലോബി രംഗത്തിറങ്ങും, തീവ്ര ഇസ്ലാമിസ്റ്റുകൾ രംഗത്തിറങ്ങും. അങ്ങനെ എന്താണ് പഴുതാരയും അട്ടയും തൊട്ട് രാജവമ്പാല വരെ ഇറങ്ങും. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് കൊടും വിഷമുള്ളതിനെയാണ് ഇപ്പോൾ ഓരോരുത്തർ പൊക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു ഭാഗമാണിത്. ഇവരിപ്പോൾ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത് വെസ്റ്റ് ബംഗാളിൽ ഒരു കലാപത്തിന് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു. പക്ഷെ അത് ചീറ്റിപ്പോയി, അവിടെയും ഇവിടെയൊക്കെ ചീറ്റുന്നു എന്നുള്ളതേ ഉള്ളൂ. വലിയ രീതിയിൽ ഒരു മാസ് നീക്കം നടത്താൻ അവർക്ക് അവിടെ കഴിഞ്ഞില്ല. അപ്പോൾ ഇനി ഇതാണ് അവരുടെ ഒരു അടുത്ത ഒരു മൂവ്മെന്റ് ആയിട്ട് പുറത്തോട്ട് വന്നിരിക്കുന്നത്. അതിനവർക്ക് കുറച്ചുകൂടെ ബലം പകർന്നുകൊണ്ട് ഇന്ത്യയിൽ ഇപ്പോ ഈ സൗത്ത് ഇന്ത്യ, അത് ഇപ്പൊ പുതിയൊരു സാധനം ഇപ്പൊ ഫേസ്ബുക്കിലൊക്കെ ഇറക്കിയിട്ടുണ്ട്, സൗത്തിൽ നിന്ന് BJP ഇല്ലാതാക്കി എന്നുള്ളത്. പക്ഷെ അതിനകത്തുനിന്ന് സൗകര്യപൂർവ്വം ഗോവയും ആന്ധ്രയും വെട്ടി നീക്കിയിട്ടുണ്ട്. ആന്ധ്രയും ഗോവയും ഒക്കെ ഈ സൗത്തിൽ തന്നെ വരുന്നതാണ്, പക്ഷെ അത് മാറ്റിയിട്ടുണ്ട്. പകരം തെലുങ്കാന കഴിഞ്ഞാൽ പിന്നെ നേരെ ഒരു ചാട്ടമാണ് കർണാടകത്തിലും BJP ഉണ്ട്. അവരടുത്ത ഭരണം പിടിക്കും. അവരെനിക്ക് തോന്നുന്നു 5 വർഷം പോലും ആകത്തില്ല, അതിന് മുമ്പ് അവർ ഭരിക്കാൻ വരുമെന്ന് തോന്നുന്നു. അവിടെ കാരണം ഭയങ്കര കോൺഗ്രസ്. ഇതാണ് ഇപ്പോൾ ദ്വിവേദി നൽകിയിരിക്കുന്ന മുന്നറിയിപ്പിന്റെ ഒരു ആന്തരിക അർത്ഥം ഇതാണ്.